നമസ്കാരം. അയർലൻഡിനെ ഞെട്ടിപ്പിച്ച സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ. കഴിഞ്ഞ ദിവസമാണ് മകൻ്റെ മാനസിക പ്രശ്നം അന്വേഷിക്കാൻ വേണ്ടി അമേരിക്കയിൽ നിന്നെത്തിയ പിതാവിനെ മാനസിക പ്രശ്നമുള്ള മകൻ തന്നെ കൊന്നത്. അയർലൻഡിലെ ജനങ്ങളെ വല്ലാതെ ഞെട്ടിപ്പിച്ച ഒരു സംഭവമായിരുന്നു ഇത്. അയർലൻഡിലെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിലാണ് സംഭവം നടന്നത്. ഹെൻറി മക്ഗുവാൻ എന്ന 33-കാരനാണ് പിതാവായ ജോൺ മക്ഗുവാനെ കൊന്നു തള്ളിയത്. 66 വയസ്സായിരുന്നു ജോണിന് പ്രായം. ലാവോസിലെ ബെല്ലിഫിൻ ഡമസ്നെ എന്ന വൻകിട ഹോട്ടലിലാണ് സംഭവം നടന്നത്. ഹെൻറിയുടെ പേരിൽ കൊലക്കുറ്റത്തിന് കേസെടുത്തിട്ടുണ്ട്. അറസ്റ്റിലായ പ്രതി ഇപ്പോൾ ക്ലവർ ഹിൽ ജയിലിൽ കഴിയുകയാണ്. ഇയാൾക്ക് അടിയന്തരമായി മാനസിക രോഗ ചികിത്സ നടത്തണമെന്ന് കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ഹെൻറി കടുത്ത മാനസിക രോഗമുള്ള വ്യക്തിയാണെന്നാണ് ഇയാളുടെ അഭിഭാഷകനും പറയുന്നത്. ഹെൻറി വിവിധ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തിയതിന് ശേഷമാണ് അയർലൻഡിലേക്ക് എത്തിയത്. ഹോട്ടലിൽ ഇയാൾ താമസിക്കുന്നതിനിടെ മാനസിക രോഗ ലക്ഷണങ്ങൾ കാട്ടാൻ തുടങ്ങിയതോടെയാണ് അധികൃതർ ഇയാളുടെ അച്ഛനെ ഈ വിവരം അറിയിക്കുന്നത്. അമേരിക്കയിലായിരുന്ന ഹെൻറിയുടെ പിതാവ് വിവരം പറഞ്ഞ് പെട്ടെന്ന് തന്നെ അയർലൻഡിലേക്ക് എത്തുകയായിരുന്നു. അങ്ങനെയാണ് മകനെ കാണാനായി അദ്ദേഹം ഹോട്ടലിലേക്ക് എത്തുന്നത്. പിന്നീട് ഹോട്ടൽ അധികൃതർ കാണുന്നത് ജോൺ മക്ഗുവാൻ മരിച്ചു കിടക്കുന്നതായിട്ടാണ്. എങ്ങനെയാണ് ഹെൻറി പിതാവിനെ കൊന്നതെന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശക്തമായ അടിയേറ്റാണ് മരിച്ചത് എന്നാണ് ആദ്യ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കനാനിൽ ഹെൻറിക്ക് കൊട്ടാര സദൃശ്യമായ വീടാണ് സ്വന്തമായിട്ടുള്ളത്. ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട ഒരു ബ്രോക്കറേജ് സ്ഥാപനത്തിൻ്റെ ഉടമയാണ് ഇയാളെന്നാണ് അറിയുന്നത്. ഇല്ലിനോയിലെ നോർത്ത് വെസ്റ്റേൺ സർവകലാശാലയിൽ നിന്നാണ് ഇയാൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇയാളുടെ പിതാവായ ജോൺ മക്ഗുവാൻ അതിസമ്പന്നനായ ഒരു വ്യക്തിയാണെന്നാണ് പറയപ്പെടുന്നത്. വിവിധ രാജ്യങ്ങളിലേക്ക് പടർന്നു കിടക്കുന്ന വലിയ വ്യവസായ സാമ്രാജ്യത്തിൻ്റെയൊക്കെ ഉടമയാണ് ഇയാളുടെ പിതാവ്. എന്നാൽ മകനാകട്ടെ ഇത്തരത്തിലുള്ള ആഡംബര ജീവിതം നയിക്കുന്നതിൽ തൽപരനായിരുന്നുവെന്നും പിന്നീട് ഇയാൾക്ക് മാനസിക അസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു എന്നുമാണ് പറയപ്പെടുന്നത്. ലോകത്തെ എല്ലാ നഗരങ്ങളിലും പോയി അവിടുത്തെ ആഡംബര ഹോട്ടലുകളിലും മറ്റും താമസിക്കുന്നത് ഇയാളുടെ സ്ഥിരം സ്വഭാവമായിരുന്നു എന്നും പറയപ്പെടുന്നു. അങ്ങനെയാണ് ഇയാൾ ലാവോസിലെ ഈ ഹോട്ടലിലും എത്തിച്ചേർന്നത്. ഇയാളുടെ പ്രശ്നം എന്താണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചും ഒരുപക്ഷെ കോടതി അന്വേഷിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇയാൾ ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി അന്വേഷിക്കാൻ തന്നെയാണ് സാധ്യത. പൊതുവെ സമാധാനപരമായി കഴിയുന്ന അയർലൻഡ് പോലുള്ള രാജ്യത്തൊക്കെ തന്നെ ഇത്തരത്തിൽ നടക്കുന്ന കൊലപാതകങ്ങൾ ജനങ്ങളെ വല്ലാതെ ഭീതിയിലാഴ്ത്താറുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടുത്തെ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇത് വലിയൊരു വാർത്ത കൂടിയായിരുന്നു. കാരണം വലിയൊരു ശതകോടീശ്വരനായ വ്യക്തിയാണ് മകൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് അതിൻ്റെ വാർത്താ പ്രാധാന്യം വീണ്ടും വർദ്ധിപ്പിച്ചിട്ടുണ്ട്.